Hi dears, നമ്മള് രണ്ട് പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. First problem is first one, prove f inverse g intersection h equal to f inverse g intersection f inverse h. നമ്മൾ പറഞ്ഞ പോലെ x belongs to f inverse g intersection h implies f of x belongs to g intersection h implies f of x. അങ്ങനെ നിങ്ങൾ ബാക്കി സ്റ്റെപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക. implies x belongs to f inverse g intersection f inverse h എന്ന് കിട്ടും. അതുപോലെ x belongs to f inverse g intersection f inverse h implies എന്ന് പറഞ്ഞ് ഇതേപോലെ സ്റ്റെപ്പ് നേരെ റിവേഴ്സ് സ്റ്റെപ്പിൽ പോയാൽ നമുക്ക് എന്ത് കിട്ടും? x belongs to f inverse g intersection h. സോ ആദ്യത്തെ ഈ ഇവിടെ വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് f inverse g intersection h ലുള്ള എല്ലാ എലമെന്റുകളും f inverse g intersection f inverse h ലുണ്ട്. സബ്സെറ്റ് ഓഫ് f inverse g intersection f inverse h എന്ന് പറയാൻ പറ്റും. അതേപോലെ ഇവിടെ വെച്ച് നമുക്ക് പറയാൻ പറ്റുക f inverse g intersection f inverse h ലെ എല്ലാ എലമെന്റുകളും f inverse g intersection സബ്സെറ്റ് ഓഫ് f inverse g intersection h. Combining the equations, we can say that both are equal. Second problem G composite f inverse of h equal to f inverse of g inverse of h. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ x belongs to G composite f inverse of h എന്ന് പറഞ്ഞാല് that implies G composite f of x belongs to h. അങ്ങനെ നമുക്ക് that implies x belongs to f inverse of G inverse of h എന്ന് കിട്ടും. തിരിച്ച് അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? ദിസ് എ സബ്സെറ്റ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് എന്താ പറയാ ഇവിടെ ജി കോമ്പോസിറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് എച്ച് എന്ന് കിട്ടും. അപ്പൊ ഇനി രണ്ടാമത്തെ കിട്ടണമെങ്കിൽ നമ്മൾ തിരിച്ച് എക്സ് ബിലോങ്സ് ടു ദ റൈറ്റ് സൈഡ്, എക്സ് ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് എച്ച് ഇംപ്ലൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോയിട്ട് ദാറ്റ് ഇംപ്ലൈസ് x belongs to G composite f inverse of h എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇതിന്റെ റിവേഴ്സ് ആയിട്ടുള്ള ഇനി സബ് ഇൻക്ലൂഷൻ കിട്ടും. സോ ദാറ്റ് ബോത്ത് ആർ ഈക്വൽ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് റെസ്ട്രിക്ഷൻ ഓഫ് ഫങ്ഷൻസ് ആണ്. Let f from a to b, a and b are subset of R. A is a subset of R. A and b are subset of R. Now we define A1 a subset of A. Then F1 from A1 to R. A1 to B defined by f1 of x equal to f of x for x belongs to a1. This is called a restriction of function. നമ്മുടെ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്തായിരുന്നു? a. ആ a നെ നമ്മൾ അതിന്റെ ഒരു സബ്സെറ്റിലേക്ക് റെസ്ട്രിക്ട് ചെയ്തു. a ന്റെ ഒരു സബ്സെറ്റിലേക്ക് റെസ്ട്രിക്ട് ചെയ്തു. സോ this is the restriction. റെസ്ട്രിക്ട് ചെയ്യണ എങ്ങനെയാണ്? എ എന്നുള്ള ഡൊമൈനെ
A1 എന്നുള്ള അതിന്റെ സബ്സെറ്റിലേക്ക് റെസ്ട്രിക്ട് ചെയ്തു. എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് എയും ബിയും എടുക്കാതെ എ എന്ന് പറഞ്ഞാല് എൻ്റെ റിയൽ ലൈൻ എടുക്കുക. ബി എന്ന് പറഞ്ഞാല് set of all x belongs to R such that x greater than or equal to 0. Let f from A to B be defined by f of x equal to x square. നമുക്ക് ഈ ഫംഗ്ഷൻ അറിയാം. എക്സ് അല്ലെ എ എന്ന് പറയാ ഏത് റിയൽ നമ്പറിനെയും ഈ സെറ്റിലേക്ക്, ഇത് ശരിക്കും റേഞ്ച് സെറ്റ് ആണ്. അപ്പൊ ഈ ഫംഗ്ഷൻ ഒരു പ്രശ്നമുണ്ട്. ദിസ് ഓൺ ടു ക്ലിയർലി എഫ് ഇസ് ഓൺ ടു. പക്ഷെ നമ്മൾ ഈ ഫംഗ്ഷൻ ഒന്നുകൂടി ഇങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ A1 എന്നുള്ള ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യുക. A1 എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ റിയൽ ലൈന് മുഴുവൻ ഉണ്ടല്ലോ, അത് മുഴുവൻ വേണ്ട, ഇത്ര തന്നെ മതി. x belongs to R such that x greater than or equal to 0. അപ്പൊ നോൺ നെഗറ്റീവ് നമ്പേഴ്സിനെ മാത്രം എടുക്കുകയാണെങ്കിൽ f1x equal to x square എന്നുള്ള ഫംഗ്ഷൻ ഏതിൽ നിന്ന് ഏതിലേക്കുള്ള മാപ്പിംഗ് ആയിരിക്കും? A1ൽ നിന്ന് ബിയിലേക്കുള്ള മാപ്പിംഗ്. A1ൽ നിന്ന് ബിയിലേക്കുള്ള മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിനെ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിലേക്ക് മാപ്പ് ചെയ്യും. കണ്ടോ? അപ്പോ ദിസ് ഫംഗ്ഷൻ x belongs to A1 is a bijective function. Bijection. So bijection ആവുമ്പോൾ നമുക്ക് എന്താണ്? We can define the inverse. We can define the inverse of f1 and f1 inverse of x equal to root x. X belongs to b. X belongs to. അപ്പോ ബൈജക്ഷൻ ആയാൽ നമുക്കുള്ള സൗകര്യം എന്താണ്? ബൈജക്ഷൻ ആയാൽ നമുക്ക് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ we can, if we restrict the function to a suitable domain A1, we can restrict the function and find the inverse of the function. Similarly, we can define the inverse of sine, cos, etc. For g of x equal to sin x ആണ് വിചാരിച്ചു. സാധാരണ sin x നമ്മൾ എന്താ ഡൊമൈൻ പറയാറുള്ളത്? റിയൽ ലൈന് മുഴുവനാണ്. അപ്പൊ റിയൽ ലൈന് മുഴുവനായാലും ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സോ വി ഡിഫൈൻ g1x equal to sin x. X belongs to minus pi by 2 to pi by 2. Now g1 is bijective, so that g1 inverse is defined, or we can define g1 inverse so that g1 inverse x equal to sin inverse x, and for x belongs to -1. So ഇതാണ് നമ്മുടെ റെസ്ട്രിക്ഷൻ ഓഫ് ഫംഗ്ഷന്റെ ഉപകാരം. നമുക്ക് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിന്റെ കൂടെ എക്സർസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അത് നിങ്ങൾ കുറച്ചൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. നമുക്ക് 1-2 പ്രോബ്ലം ഇവിടെ ചെയ്ത് നോക്കാം. Let A equal to B equal to set of all x belongs to R such that -1 less than or equal to x less than or equal to 1, and C equal to set of all xy such that x square plus y square equal to 1. This is a subset of A cross B. Clearly, this is a subset of A cross B. Is C a function? C ഒരു ഫംഗ്ഷൻ ആണോ എന്നാണ് ചോദ്യം. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? C ഒരു ഫംഗ്ഷൻ ആണോ?
എന്നുള്ളതാണ് ചോദ്യം. സി ഫംഗ്ഷൻ ആവണമെങ്കിൽ സിയിൽ ഓർഡേർഡ് പെയർ, സിയിൽ -1 0 എന്നുള്ള പോയിന്റ് അല്ലെ, എന്താ പറയാ, ഒരു ഡൊമൈനിന് ഒന്നിലധികം റേഞ്ച് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോ നോക്കാം, 0 1 belongs to C, right? 0 -1 also belongs to C. കാരണം എന്താണ്? What is 0 square plus 1 square? 1. What is 0 square plus -1 square? Again 1. So both these ordered pairs belongs to C with the same x coordinate. നമ്മൾ ഫംഗ്ഷനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയണേ? ഓരോ ഡൊമൈൻ പോയിന്റിനും ഒരേ ഒരു റേഞ്ച് പോയിന്റ് ഉണ്ടാവണം എന്നാണ് പറയണത്. പക്ഷെ ഇവിടെ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0ന്റെ ഇമേജ് ഏതാണ്? 1 ആണോ -1 ആണോ? 1 ഉണ്ട് -1 ഉണ്ട്. So C is not a function. Answer is a big no. C is not a function. Can you prove f of E union F equal to f of E union f of F and f of E intersection F equal to f of E intersection f of F? Try the problem. Show that f of x equal to x by root of x square plus 1, x belongs to R, is a bijection of R onto ഇതാണ് range set ഇതാണ്, അല്ലെങ്കിൽ y such that -1 less than y less than 1. Okay, ഇതെങ്ങനെ കിട്ടുന്നത് നോക്കുക. We can construct this set. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.